ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത നിങ്ങളുടെ ഡൗട്ട് നമുക്ക് നോക്കാം. ഇന്റർവ്യൂ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയുന്നതിന് മുന്നേ നമുക്ക് ചെയറിൽ ഇരിക്കാവോ? അവർ പറഞ്ഞതിന് ശേഷം മാത്രമേ ചെയറിൽ ഇരിക്കാൻ പാടൂ. ചോദ്യം ഇതാണ്, സാർ ഇന്റർവ്യൂ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്റർവ്യൂ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെയർ ഉണ്ടായിരിക്കാം. അപ്പോൾ അവർ പറയുന്നതിന് മുന്നേ നമുക്ക് ചെയറിൽ ഇരിക്കാൻ പാടുമോ, അതോ അവർ പറഞ്ഞതിന് ശേഷം മാത്രമേ ചെയറിൽ ഇരിക്കാൻ പാടൂ? ഇതാണ് ചോദ്യം. ചോദ്യം ക്ലിയർ അല്ലേ? ചോദിച്ചത് രമ്യദാസ്. ഓക്കെ, രമ്യദാസ് ഇങ്ങനെയല്ലേ ഉദ്ദേശിച്ചതല്ലേ? നമ്മൾ ഇന്റർവ്യൂ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇന്റർവ്യൂ മുറിയിൽ റൂമിലൊരു ചെയർ കാണാം. അപ്പോൾ അവർ പറയുന്നതിന് മുന്നേ നമുക്ക് ചെയറിൽ ഇരിക്കാൻ പാടുമോ, അതോ അവർ പറഞ്ഞതിന് ശേഷം മാത്രമേ ചെയറിൽ ഇരിക്കാൻ പാടൂ? ഇതാണ് ചോദ്യം. അതല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ, പറഞ്ഞുതരാം. ഒരു ചെറിയ സംഭവം പറഞ്ഞുതരാം. മുന്നേ ഒരു കുട്ടി ഇതല്ല ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ കുറെ റെഡിമെയ്ഡ് ആൻസറുകളൊക്കെ പഠിച്ചു വെച്ചു. കമിൻസ് എന്ന് പറയണം, ഗുഡ് മോർണിംഗ് പറയണം, ഗുഡ് ആഫ്റ്റർനൂൺ പറയണം, താങ്ക് യു പറയണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ റെഡിമെയ്ഡ് ആയിട്ട് പഠിച്ചു വെച്ചു. അപ്പോൾ കുട്ടി ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കമിൻസ് എന്ന് പറഞ്ഞു വേണം കയറാൻ. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ചെന്നത്. പക്ഷേ റൂമിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ തുഷാര കം ഹിയർ, തുഷാര പോന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോ തുഷാര പോന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കമിൻസ് എന്ന് പറയാനൊന്നും പറ്റിയില്ല എന്നുള്ളതാണ് സംഭവം. ക്ലിയർ അല്ലേ? അപ്പൊ പറഞ്ഞു വന്നതാണ്, നമ്മൾ പല റെഡിമെയ്ഡ് വേർഡ്സുകളും പഠിച്ചു വെച്ച് പോകാറുണ്ട്. എസ്പെഷ്യലി കൂടുതൽ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ പോയി കിട്ടുന്ന കുറെ റെഡിമെയ്ഡ് വാക്കുകളുണ്ട്. ഈ റെഡിമെയ്ഡ് വാക്കുകളൊക്കെ പഠിച്ചു വെച്ചാണ് ഇന്റർവ്യൂവിന്. ഓർത്ത് നോക്കിയാൽ ഇങ്ങനെയുള്ള വാക്കുകൾക്കൊന്നും അവിടെ ഒരു വാല്യൂ ഇല്ല എന്ന് നോക്കിയാൽ. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക്, അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചില സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇന്റർവ്യൂ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ചെയർ കാണാം. നമ്മൾ ചെന്നാൽ 99% അവരോട് ടേക്ക് യുവർ സീറ്റ് പറഞ്ഞിരിക്കും. നമ്മൾ ഇന്റർവ്യൂ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആളുകൾ വളരെ ജെന്റിൽ ആയിട്ടുള്ള ആളുകൾ, വളരെ കോഡിയലി ബിഹേവ് ചെയ്യുന്ന ആളുകളാണ്, നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകളാണ്, നല്ല ആളുകളാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ 99% നമ്മളൊരു ടേക്ക് യുവർ സീറ്റ് പറയും. നമുക്ക് താങ്ക്സ് പറയാം, ഇരിക്കാം, അതിനുശേഷം ഗുഡ് മോർണിംഗ് പറയാം, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പോവാം. അപ്പോൾ ഓർത്തു വയ്ക്കാം, നമ്മൾ ഇന്റർവ്യൂ റൂമിലേക്ക് കയറി ചെന്നാൽ 99% നമ്മളോട് എന്ത് പറയും? ടേക്ക് യുവർ സീറ്റ് പറയും. നമ്മളോട് സീറ്റിൽ ഇരിക്കാനും പറയും. അപ്പൊ നമുക്ക് സീറ്റിൽ ഇരിക്കാം, നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോവാം. ഇനി വളരെ റയർ ആയിട്ട് 100% ചിലപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം? ആ ചെയറിൽ നമുക്ക് ഇരിക്കാം. ആ ചെയർ ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? ആ ചെയർ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയറാണ്. അപ്പൊ നമുക്ക് ചെയറിൽ ഇരിക്കാം. ഇതിന് ശേഷം നമുക്ക് അവരോട് താങ്ക്സ് പറയാം, മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. ക്ലിയർ? അപ്പൊ പറഞ്ഞ കാര്യം മനസ്സിലായി. അപ്പൊ ഇന്റർവ്യൂവിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ചെയർ ഉണ്ടായിരിക്കും. അപ്പൊ ചെയറിൽ നമ്മളോട് പറയും, തീർച്ചയായിട്ടും അവർ പറയും ടേക്ക് യുവർ സീറ്റ് പറഞ്ഞിരിക്കും. നമുക്ക് അതിലിരിക്കാം, കംഫർട്ടബിൾ അല്ലേ എന്ന് ചോദിക്കും. ഓക്കെ, അതൊക്കെ ചോദിക്കും, നമുക്ക് പറയും. ഇനി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും 100% ഞാൻ പറയുന്ന 1% പറഞ്ഞില്ലെങ്കിൽ പോലും ആ ചെയർ നമുക്ക് വേണ്ടി വെച്ചുള്ള ചെയറാണ്. നമുക്ക് ആ ചെയറിലിരിക്കാം, ചെയറിന് അവരോട് താങ്ക്സ് പറയാം, പിന്നെ അതിനുശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. ഓർത്തു വയ്ക്കുക, ഒരു കാര്യം നിങ്ങൾ ഓർത്തുവയ്ക്കുക, ഇന്റർവ്യൂ ഈസ് നോട്ട് ദി എക്സാമിനേഷൻ ഓഫ് knowledge. Interview is not the examination of knowledge. Interview is the examination of attitude, aptitude and behavior. Clearly, interview is the examination of attitude, aptitude and behavior. Clear അല്ലേ? Clear അല്ലേ എല്ലാവർക്കും? Okay, fine. Then next ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.